വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പ നേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. വെളിപ്പാട് പുസ്തകം 2-ന്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നു, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം എന്നും ഞാൻ അറിയുന്നു. ഇത് പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുന്നതാണെങ്കിലും സഭായുഗം ആരംഭിച്ചത് മുതൽ കർത്താവിൻ്റെ മധ്യാകാശം വരെയുള്ള എല്ലാ സഭകളിലെ ദൈവമക്കൾക്കും വേണ്ടിയുള്ളതാണ്. അതിൽ ബലഹീനരായ സഹോദരിമാരായ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നു. ക്രൂരനായ ഡമാഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പെർഗമോസിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് അന്തിപ്പാസ്. വെളിപ്പാട് 3-12 വായിക്കുന്ന പോലെ സാത്താനെ ആരാധിക്കുന്നവരായിരുന്നു പെർഗമോസിലെ ജനങ്ങൾ. അന്തിപ്പാസിൻ്റെ ജീവിത മുഖാന്തരം അവിടെ അനേകർ ക്രിസ്തുവിനെ കാണുവാനിടയായി. ദൈവമക്കളുടെ പാട്ടും പ്രാർത്ഥനയും സാത്താനെ ആരാധിക്കുന്നവർക്ക് ഭീഷണിയായിട്ട് തീർന്നു. അവരുടെ ശക്തി കുറഞ്ഞു പോകുന്നതായി അവർ മനസ്സിലാക്കി. സാത്താനെ ഭജിക്കുന്നവരുടെ നേതാക്കൾ ഇളകി. സാത്താൻ്റെ ഭദ്രാസനം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അവർ അന്തിപ്പാസിനെ പിടിച്ച് ന്യായാധിപൻ്റെ മുമ്പിൽ നിർത്തി വിശ്വാസം തള്ളിപ്പറവാൻ ആവശ്യപ്പെട്ടു. പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു കാളയുടെ വിഗ്രഹാതീയിൽ കിടന്ന് ചുട്ടുപഴുക്കുകയാണ്. അതിലേക്ക് പൂജാവസ്തുക്കളിട്ട് ആരാധിക്കുവാൻ പറഞ്ഞു. ആ തീയിൽ കിടന്ന ആ കാളയുടെ വിഗ്രഹത്തിലേക്ക് അത് പഴുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പൂജാവസ്തുക്കൾ ഇടുവാനും ആ കാളയെ ആരാധിക്കുവാനുമായിട്ട് പറഞ്ഞു. അന്തിപ്പാസ് ആകട്ടെ ഉച്ചത്തിൽ കർത്താവിനെ പാടി സ്തുതിച്ചു. ആ ചുട്ട വിഗ്രഹത്തിലേക്ക് ഇടുമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കുലുങ്ങിയില്ല. കോപമൂത്തവർ അദ്ദേഹത്തെ ആ തീക്കുണ്ടത്തിലേക്ക് തള്ളിയിട്ടു. ആ ഭക്തൻ തീക്കുണ്ടം ആകുന്നതുവരെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പൊള്ളുമ്പോഴും അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരു തീയായിട്ട് തീരുന്നത് വരെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. വെളിപ്പാട് 3-13 നാം കാണുന്നതുമാണ്. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും അവിടെയുള്ള ഭക്തന്മാർ വിശ്വാസം നിഷേധിച്ചില്ല എന്ന് അവരോട് പറയുന്നു. അതാണ് 13-ന്റെ വാക്യം കാണുന്നത്. എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങൾ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. അവരെ അങ്ങനെ അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നു. ഞാൻ നിങ്ങളെ അറിയുന്നു എന്ന് പറയുമ്പോൾ നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. ഇന്ന് ദൈവവചനത്തോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണത എവിടെയും കാണാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാകൊണ്ട് എബ്രായർ 4-12 അതാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് നാം ഭയത്തോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഈ വചനത്തോട് ഒന്നും കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടുള്ളതല്ല. വെളിപ്പാട് 21-18 പറയുന്ന അങ്ങനെ ചെയ്താൽ ദൈവം അവനെ ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ബാധകളെ വരുത്തും. ദൈവത്തിൻ്റെ വചനം പവിത്രമായിട്ട് തന്നെ സൂക്ഷിക്കണം. ഇവിടെ നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ ഈ സഭയോടുള്ള ബന്ധത്തിൽ പറയുവാനുള്ളത് ക്രിസ്തുവിൻ്റെ നാമം, ദൈവത്തിൻ്റെ വചനം അവർ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാത്തവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന് കാണുന്നു. അത് വളരെ രണ്ടാമത്തെ കാര്യത്തിൽ നമുക്കത് കാണാം. നിൻ്റെ വിശ്വാസം കർത്താവ് അറിയുന്നു. പ്രിയ സഹോദരിമാരെ, നാം ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചിരിക്കുന്നവർ എന്ന് കർത്താവ് അറിയുന്നു. മാത്രമല്ല നമ്മുടെ വിശ്വാസം എന്തുണ്ടെന്നുള്ളത് നാം അറിയുന്നു. ദൈവത്തിലുള്ള വിശ്വാസ മുഖാന്തരം മരിക്കുന്നത് ലാഭമെന്ന് അവർ എണ്ണിയെന്ന് ഇവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ കർത്താവിനോട് അവിശ്വസിക്കുന്നവരാണോ, പിറുപിറുക്കുന്നവരാണോ, അതോ ദൈവത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിക്കുന്നവരാണോ? മൂന്നാമതായിട്ട് ഇവരെ പറയുമ്പോൾ നിൻ്റെ കഷ്ടത അറിയുന്നു.
അനേകർ അവിടെ രക്തസാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് അറിയുന്നു. കർത്താവ് അറിയാതെയല്ല അനേക ദൈവമക്കൾക്ക് കണ്ണുനീരിൽ കൂടെ, തീയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ പോകുന്നത്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് എന്നിവരെ തീയിലിട്ടപ്പോൾ കർത്താവ് അവരോട് കൂടെ തീയിലുണ്ടായിരുന്നതായി കാണുന്നു. അതുപോലെ ദാനിയേൽ ആ സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ ദാനിയേലിൻ്റെ സിംഹത്തിൻ്റെ വായടച്ച് ദാനിയേലിനെ രക്ഷിക്കുവാനായി കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് നമ്മുടെ കഷ്ടത അറിയുന്നു. പഴയ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവരുടെ കഷ്ടത അറിഞ്ഞ് അവരെ സഹായിക്കുന്ന അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ നമ്മുടെ കഷ്ടത അറിഞ്ഞ്, നമ്മുടെ കണ്ണുനീരറിഞ്ഞ്, നമ്മുടെ കണ്ണുനീർ വാർത്ത അനേക സന്ദർഭങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ കഷ്ടത കർത്താവ് അറിയുന്നു. നാം അതറിഞ്ഞുകൊണ്ട് ആ കർത്താവിൽ കൂടുതൽ ആശ്രയിപ്പാനും നമ്മുടെ പ്രശ്ന സമയത്ത് കർത്താവ് ഈ ലോകത്തിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് മാത്രം നോക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മാത്രമല്ല, ഇങ്ങനെ ഇവരെക്കുറിച്ച് പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് വളരെയൊക്കെ 11-ാം വാക്യത്തിൽ അവരെ പ്രശംസിക്കുകയാണ്. അങ്ങനെ പ്രശംസിച്ചതിന് ശേഷം കർത്താവ് അവരെ അറിയുന്നു എന്ന് പറയുന്നു. അവർ കർത്താവിൻ്റെ വചനം മുറുകെ പിടിച്ചതറിയുന്നു. അവർ കഷ്ടതയിൽ കർത്താവിനെ ആശ്രയിച്ചതറിയുന്നു. കഷ്ടത വന്നിട്ടും പതറാതെ അവർ രക്തസാക്ഷി മരണം വരിച്ചതും കർത്താവ് അറിയുന്നു. അതുപോലെ തന്നെ അവരുടെ ദൃഢമായ വിശ്വാസത്തെ കർത്താവ് അറിയുന്നു. എന്നാലും അങ്ങനെയുള്ള വിശ്വാസികളെക്കുറിച്ച് കർത്താവ് പറയുന്ന അവരെക്കുറിച്ച് ഒരു കുറ്റം പറവാനുണ്ട്. 14-ാം വാക്യത്തിൽ അതാണ്, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും തുറന്നടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാനുണ്ടാക്കിയ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. 2 കുറ്റങ്ങളാണ് അവരെക്കുറിച്ച് പറയുവാനുള്ളവർ. ഒന്ന്, നിക്കല്ലവരുടെ അഥവാ പട്ടത്തുപദേശം പിടിച്ചുകൊള്ളുന്നവർ അന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ബിലിയാമിൻ്റെ ഉപദേശം. നമ്മൾ 1 തിമോഥെയോസ് 6:10 വാക്യത്തിൽ വായിക്കുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നുവല്ലോ. ഈ ദ്രവ്യാഗ്രഹം ബിലിയാമിൻ്റെ ജീവിതത്തിൽ ബിലിയാം പറയുന്നുണ്ട്, എനിക്ക് എന്ത് തന്നാലും ഞാൻ ദൈവത്തെ പിൻപറ്റുകയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ആ രാജാവ് അവനെ ബഹുമാനിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അവൻ ദൈവത്തെ തള്ളിപ്പറയുന്നു. അല്ലെങ്കിൽ ദൈവജനത്തെ അവൻ നശിപ്പിക്കുവാനായിട്ട് നോക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ബിലിയാമിൻ്റെ ദ്രവ്യാഗ്രഹം മൂലം ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് അവൻ പോയി. എന്നാൽ അത് സാധിക്കാതെ വന്നുകൊണ്ട് അവരെ നശിപ്പിക്കുവാനുള്ള മാർഗം ബാലേക്കിന് പറഞ്ഞു കൊടുക്കുന്നു. അത് മുഖാന്തരം ഇസ്രായേൽ ജനം മോവാബ് സ്ത്രീകളുമായി പരസംഗം ചെയ്യുവാനും അവരുടെ വിഗ്രഹത്തെ ആരാധിക്കുവാനും അങ്ങനെ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും ഇടയായിട്ട് അത് മുഖാന്തരം ഇസ്രായേൽ മക്കൾ 24,000 പേർ പട്ടുപോകുവാൻ ഇടയായിട്ട് തീർന്നു. ചുരുക്കത്തിൽ ഈ ബിലിയാമാണ് ഈ ഇസ്രായേൽ മക്കളിൽ 24,000 പേര് പട്ടുപോകുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബിലിയാമിൻ്റെ ആഗ്രഹം ഭക്തന്മാർ മരിക്കും പോലെ മരിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ്റെ ദ്രവ്യാഗ്രഹം മുഖാന്തരമായിട്ട് അവൻ പടയിൽ പട്ടുപോകുവാനായിട്ടും അങ്ങനെ അവൻ നശിച്ചു പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ ഓർപ്പിക്കുന്ന നിങ്ങളുടെ ദ്രവ്യാഗ്രഹം വിട്ട് ഓടുവീൻ എന്നുള്ളതാണ്. അങ്ങനെ ദ്രവ്യാഗ്രഹമുള്ള അല്ലെങ്കിൽ കുറഞ്ഞൊരു കുറ്റം പറവാനുള്ള ഒരു ജനമായിട്ട് തീർന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തോടൊന്ന് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുറുകെ പറ്റിയിരിക്കുന്ന പാപം എന്താണ്? അത് ദ്രവ്യാഗ്രഹമാണോ? അത് പിറുപിറുപ്പാണോ? അത് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്ന സ്വഭാവമാണോ? മറ്റുള്ളവരെ നിന്ദിക്കുന്ന സ്വഭാവമാണോ? ചീത്തത്തരം, പൊട്ടത്തൽ, കളിവാക്ക്, ചേർച്ചയല്ലാത്തവ എന്താണ്? അസൂയാണോ? പിണക്കമാണോ? ഇതേത് തന്നെയായാലും കർത്താവ് പറയുകയാണ് നിന്നെക്കുറിച്ചൊരു കുറവ്. അത് കലക്കമാണോ? ഏത് തന്നെയായാലും കർത്താവ് പറയുകയാണ്, പ്രിയ സഹോദരി, നിന്നെക്കുറിച്ചൊരു കുറ്റം പറവാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് പിന്നെ പറയുകയാണ് 3:16 വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. അതുകൊണ്ട് കർത്താവ് നമ്മളോട് ഇന്ന് പറയുകയാണ്, മാനസാന്തരപ്പെടുക. നമ്മുടെ ജീവിതത്തിലെ മുറുകെ പറ്റിയതായിട്ടുള്ള ഏത് പാവമാണെന്നും നമുക്കറിയത്തില്ല. എന്നാൽ ഏത് പാവമാണെങ്കിലും അത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാവം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ ഒരുത്തൻ പാവം ചെയ്തുവെങ്കിലും നീതിമാനായ കാര്യസ്ഥൻ നമ്മൾക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. കർത്താവ് നമുക്ക് കാര്യസ്ഥനായിട്ട് ഇന്നുണ്ട്. അതുകൊണ്ട് നാം മാനസാന്തരപ്പെട്ട് നാം ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാനസാന്തരപ്പെടണം. സ്നേഹവാനായ ദൈവം ക്ഷമിക്കുന്നവനും കരുണയുള്ളവനാണ്, തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവത്തെക്കാൾ അധികമായി ഒന്നിനെ സ്നേഹിക്കുവാൻ പാടുള്ളതല്ല നമ്മുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെ.
അതെന്ത് തന്നെയായിരുന്നാലും, അത് ധനമോ പ്രതാപമോ മക്കളോ മഹത്വമോ എന്തായാലും അതും മാറ്റി കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സന്നിധിയിൽ നമ്മെ പുറകെ പറ്റിയിരിക്കുന്നതായിട്ടുള്ള പാപങ്ങൾ നമ്മൾ ഒന്ന് പാപങ്ങൾ അത് എന്ത് തന്നെയായാലും അത് വിട്ടിട്ട് ദൈവത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ 1 യോഹന്നാൻ 2:1 വാക്യത്തിൽ അതാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് ഏത് പാപമാണ് എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഇവിടെ 1 പത്രോസ് 2 കാണുന്ന സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ, അതുപോലെയുള്ള ബാക്കിയുള്ള പാപങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള പാപമാണെങ്കിലും അതിനെ വിടുവാനായിട്ട്, മാനസാന്തരപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിയുന്ന കർത്താവ്, നമ്മളെ നന്നായിട്ട് അറിയുന്ന കർത്താവ് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ട്, ആ കുറവ് മാറ്റി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മളത് 3 തരത്തിലുള്ള പ്രതിഫലങ്ങളെക്കുറിച്ച് ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് മന്നയാണ് ദൈവത്തിൻ്റെ വചനം. അത് സമൃദ്ധിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കാണുവാനായിട്ടുള്ള ദൈവമായിട്ടുള്ള ആ സഹിത്വം, വചനം കാണിക്കുന്ന ദൈവമായിട്ടുള്ള സാഹിത്യത്തെയാണ്. വെള്ളക്കല്ല്, പുതിയ പേര്. ദൈവവിധ പ്രകാരം ജീവിച്ചാൽ ദൈവമായുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവത്തോട് ചാരിക്കൊണ്ട് ജീവിപ്പാൻ സാധിക്കും. മാത്രമല്ല, യോഹന്നാനെ പോലെ തന്നെ ആ മാറിലെ ചൂട് അനുഭവിക്കുവാനുള്ള ഭാഗ്യം. കൂടാതെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ള പേരും നമുക്ക് കിട്ടും. കർത്താവിനെ സ്നേഹിക്കുന്നു എന്നല്ല, കർത്താവ് സ്നേഹിക്കുന്നു എന്നാണ് യോഹന്നാനെക്കുറിച്ച് പറയുന്നത്. പ്രിയ സഹോദരിമാരെ, നമുക്ക് കിട്ടുന്ന പേരെന്തായിരിക്കും? നല്ല ദാസി എന്നുള്ള വിളി കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ അറിയുന്ന കർത്താവ്, നമ്മുടെ തെറ്റുകളെ അറിയുന്ന കർത്താവ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, പ്രതിഫലം കൈവാങ്ങുവാനായിട്ട് റെഡിയായിട്ട് അതിന് യോഗ്യതയുള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ.